പണ്ടുകാലത്ത് പശ്ചിമഘട്ടത്തിൻ്റെ കാടുകളിലൂടെ ഒഴുകിയിരുന്ന പെരിയാർ നദി കിഴക്കോട്ടല്ലാതെ പടിഞ്ഞാറോട്ട് മാത്രം ഒഴുകുകയായിരുന്നു. മഴക്കാലത്ത് വെള്ളം ധാരാളമായി ഉണ്ടായിരുന്നെങ്കിലും തമിഴ്നാട്ടിലെ വരണ്ട പ്രദേശങ്ങൾ കനത്ത ജലക്ഷാമം അനുഭവിച്ചിരുന്നു. ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന സ്വപ്നത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കഥ ആരംഭിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേണൽ ജോൺ പെനിക്വിക് എന്ന എഞ്ചിനീയർ മുന്നോട്ട് വന്നു. പെരിയാറിൻ്റെ വെള്ളം കിഴക്കോട്ട് തിരിക്കാനായാൽ മധുര, തേനി തുടങ്ങിയ പ്രദേശങ്ങൾ പച്ചപ്പിലേക്ക് മാറും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനം. അതൊരു അസാധ്യമായ സ്വപ്നമായി പലർക്കും തോന്നിയെങ്കിലും പെനിക്വിക് പിന്നോട്ടില്ലായിരുന്നു. 1987 നിർമ്മാണം തുടങ്ങി. കാടും മലയും പാറയും കടന്ന് കഠിനമായ കാലാവസ്ഥയും രോഗങ്ങളും നേരിട്ട് തൊഴിലാളികൾ പണിയെടുത്തു. അനേകർ ജീവൻ പോലും നഷ്ടപ്പെടുത്തി. സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ പെനിക്വിക് സ്വന്തം സ്വത്തുവരെ വിറ്റ് പണി മുന്നോട്ട് കൊണ്ടുപോയെന്നത് ഇന്നും ആളുകൾ ആദരവോടെ ഓർക്കുന്നു. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂർത്തിയായി. പെരിയാർ നദിയുടെ വെള്ളം കിഴക്കോട്ട് തിരിച്ചു, വൈഗൈ നദിയിലേക്ക് തിരിച്ചു. അതോടെ തമിഴ്നാട്ടിലെ വലിയ പ്രദേശങ്ങൾ കൃഷിയോഗ്യമായി മാറി. വരണ്ട മണ്ണിൽ പച്ചപ്പും ജീവിതവും തിരിച്ചു വന്നു. എന്നാൽ കാലം കടന്നപ്പോൾ അണക്കെട്ടിൻ്റെ പ്രായവും കൂടിയതോടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർന്നു. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഇടയിൽ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടായി. ഒരു വശത്ത് സുരക്ഷയും ജീവനും, മറുവശത്ത് കൃഷിയും കുടിവെള്ളവും. ഇങ്ങനെ മുല്ലപ്പെരിയാർ ഒരു അണക്കെട്ടിനേക്കാൾ വലിയ വിഷയമായി മാറി. ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു എഞ്ചിനീയറുടെ ത്യാഗത്തിൻ്റെ കഥയും 2 സംസ്ഥാനങ്ങളുടെ ആശങ്കകളുടെയും ആവശ്യങ്ങളുടെയും കഥയും. വെള്ളത്തിൻ്റെ വില മനുഷ്യജീവിതത്തോട് എത്ര ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുമാണ്.